വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിതം നയിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ കർഷകനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പണ്ഡിതൻ വജ്രങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് കർഷകനോട് പറഞ്ഞു. താങ്കളുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള ഒരു വജ്രം കൈവശമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ നഗരം സ്വന്തമാക്കാം. താങ്കളുടെ മുഷ്ടിയോളം വലിപ്പമുള്ള വജ്രമുണ്ടെങ്കിലോ ഈ രാജ്യം തന്നെ സ്വന്തമാക്കാം. അന്ന് രാത്രി കർഷകൻ ഉറങ്ങിയില്ല. അയാൾ അസന്തുഷ്ടനും ദുഃഖിതനുമായി മാറി. പിറ്റേ ദിവസം തന്നെ അയാൾ കൃഷിസ്ഥലം വിറ്റു കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്ത ശേഷം വജ്രങ്ങൾ നേടുവാനായി യാത്ര തിരിച്ചു. ആഫ്രിക്കയും യൂറോപ്പും മുഴുവൻ അലഞ്ഞുവെങ്കിലും വജ്രം കണ്ടെത്താനായില്ല. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന അയാൾ നിരാശനായി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതേസമയം നാട്ടിൽ അയാളുടെ വസ്തു വാങ്ങിയാൽ പറമ്പിലൂടെ ഒഴുകിയിരുന്ന അരുവിയിൽ നിന്നും ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. അരുവിയിൽ തിളങ്ങുന്ന ഒരു കല്ല് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ അത് വീടിന്റെ സ്വീകരണ മുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. അന്ന് വൈകുന്നേരം പണ്ഡിതൻ തിരിച്ചു വന്നു. തിളങ്ങുന്ന കല്ല് കണ്ടപ്പോൾ കർഷകൻ തിരിച്ചു വന്നുവോ എന്ന് അന്വേഷിച്ചു. പുതിയ സ്ഥലമുടമ കാരണം ചോദിച്ചപ്പോൾ ആ തിളങ്ങുന്ന കല്ല് വജ്രമാണെന്ന് പണ്ഡിതൻ പറഞ്ഞു. അവർ അരുവിയിൽ നിന്നും ഏതാനും കല്ലുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ ആ കൃഷിസ്ഥലം വജ്രങ്ങളുടെ സാമ്രാജ്യമാണെന്ന് സത്യം വെളിപ്പെടുകയും ചെയ്തു. പലപ്പോഴും ഭാഗ്യം നാം അറിയാതെ നമ്മുടെ കാൽക്കീഴിൽ തന്നെ കിടക്കുന്നു. അത് അന്വേഷിച്ച് വേറെയെങ്ങും പോകേണ്ടതില്ല. ശരിയായ മനോഭാവത്തിലൂടെ നമ്മൾ അത് തിരിച്ചറിയുകയാണ് വേണ്ടത്.